ഈ വർഷത്തെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ നയപ്രഖ്യാപനം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കും. SFIക്കും സർക്കാർ സംരക്ഷണം നൽകുന്നുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുള്ള തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനായി. പ്രശാന്ത്, നേരത്തെ ഗവർണർ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ SFI പ്രവർത്തകരെ വീണ്ടും സംരക്ഷിക്കുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാർ വരെ വലിയ പേടിയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഈ നിയമസഭയിൽ അദ്ദേഹം അവതരിപ്പിക്കുമോ എന്നുള്ളൊരു കാര്യം, നയപ്രസംഗം നടത്തുമോ എന്നുള്ളൊരു കാര്യം. കാരണം ഇപ്പോൾ ഈ സർക്കാരും ഗവർണറുമായിട്ടുള്ള പോര് മുറുകുന്നതിനിടയിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ സർക്കാരിനും അതുപോലെ തന്നെ ഒരു പേടിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഗവർണർ പറഞ്ഞത് ഭരണഘടനാപരമായ എല്ലാ ഉത്തരവാദിത്വം താൻ നിർവഹിക്കും. ഈ സംസ്ഥാനത്തെ ഭരണപ്രതിസന്ധിയിലേക്ക് താൻ ഒരിക്കലും നയിക്കില്ല എന്ന് തന്നെയല്ലേ? രജനി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഗവർണർ പറഞ്ഞത്. അതായത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാ പദവി കൈയാളുന്ന സംസ്ഥാനത്തിന്റെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ തന്റെ കടമ താൻ നിർവഹിക്കും എന്ന് തന്നെയാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ നയപ്രഖ്യാപനം നടത്തും എന്ന് ഗവർണർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. അല്ലെങ്കിൽ സംസ്ഥാനത്ത് പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നടപടികളൊന്നും തന്റേതായ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നും പറയുന്നത്. എന്നാൽ അതിൽ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താണ് നയപ്രസംഗത്തിൽ സർക്കാർ എഴുതി ചേർക്കുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങളെ നോക്കിക്കാണുകയും ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ നിലവിൽ സർക്കാർ അറിയിക്കുന്ന സർക്കാരിൻ്റെതായ ചില ആരോപണങ്ങൾ, കേന്ദ്ര സർക്കാർ ധനം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ സർക്കാർ നേരത്തെ തന്നെ ഉന്നയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ഈ നയപ്രസംഗത്തിൽ എഴുതി ചേർക്കാൻ സാധ്യതയുണ്ട്. അത്തരം ഘട്ടം വരികയാണെങ്കിൽ അത് പരിശോധിക്കുമെന്നടക്കമുള്ള ഒരു കാര്യവും കൂടി അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. നയപ്രഖ്യാപനം എന്തായാലും ഇതിൽ നയപ്രഖ്യാപനത്തിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ നയപ്രഖ്യാപനം താൻ നടത്തും എന്ന് തന്നെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് SFIയെ കുറിച്ചാണ്. നമുക്ക് അറിയാം, ഇപ്പോൾ തന്നെ ഈ കലോത്സവ നഗരിയിലടക്കം ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങളെല്ലാം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഗവൺമെന്റ് അല്ലാതെ സർക്കാർ പരിപാടിയായ കലോത്സവ നഗരിയിൽ പോലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണർ പറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് പ്രതിഷേധങ്ങളാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ഈ പ്രതിഷേധങ്ങൾ നടത്തുന്ന സംഘടന എന്ന് പറയുന്നത് സർക്കാരിന്റെ തന്നെ പോഷക സംഘടനയായ സ്റ്റുഡൻസ് യൂണിയനിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടല്ല, സർക്കാരും ഈ സംഘടനകളും രണ്ടല്ല. അതിൽ സർക്കാരിന്റെ തന്നെ അറിവോടുകൂടിയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നതെന്നും അറിയുന്നുണ്ട്. അതിൽ ഇത് സർക്കാർ നടത്തുന്ന ഒരു നാടകമാണ് എന്ന നിലയിലും ഗവർണർ പറയുകയുണ്ടായി. എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്ക് ഇടയിൽ, അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളുടെ രൂക്ഷമായ ഒരു വിമർശനവും ഈ ഗവർണർ ഉന്നയിക്കുകയുണ്ടായി. രജനി, ശരി, SFI സർക്കാർ സംരക്ഷിക്കുന്നു എന്നതിനാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഈ നിയമസഭയിൽ നയപ്രസംഗം താൻ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം തൻ്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.